ഇന്ന് ഇതേപോലെ ഒരു തുളിപ്പ് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കളർ പേപ്പറിൽ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഈ പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കും. രണ്ടാമത് വീണ്ടും ഇങ്ങോട്ട് മടക്കിയെടുക്കണം. അടുത്തതായിട്ട് ഇങ്ങനെ മടക്കണം. എല്ലാ ഭാഗവും ഇതിങ്ങനെ ഇതേപോലെ മടക്കിയെടുക്കണം. എല്ലാ ഭാഗവും ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ പകുതി രണ്ട് സൈഡിൽ മടക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കാം. ഈ സൈഡിൽ നിന്ന് ഒന്ന് അതേപോലെ മടക്കിയെടുക്കണം. ഇതേപോലെ ചേർത്ത് മടക്കിയെടുക്കണം. വീണ്ടും ഇതേപോലെ ഈ സൈഡിൽ നിന്ന് നടുക്കോട്ട് മടക്കണം. ഈ സൈഡിൽ നിന്ന് ഞാൻ നടുക്കോട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നൂത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു കട്ടിങ്, ഇവിടെ നിന്നൊരു കട്ടിങ്, ഇവിടെ നിന്നൊരു കട്ടിങ്, ഇവിടെ നിന്നൊരു കട്ടിങ്. അതിനായിട്ട് സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ അടയാളമുണ്ട്, നമ്മൾ മടക്കിയതിൻ്റെ അടയാളമുണ്ട്, അവിടെ വച്ച് ഇത്രയും ദൂരം മാത്രം കട്ട് ചെയ്യുക. ഇതുവരെ മാത്രം കട്ട് ചെയ്യുക. വീണ്ടും ഇവിടുത്തെ മടക്ക് വെച്ച് ഇതുവരെ മാത്രം കട്ട് ചെയ്യുക. അടുത്ത് ഈ സൈഡിലും അതേപോലെ തന്നെ ഇതുവരെ മാത്രം കട്ട് ചെയ്യുക. ഇത്തിരി മതി. ഇത് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മടക്കണം. ഇത് കട്ട് ചെയ്ത ഭാഗം രണ്ട് ഭാഗം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കോളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു കോളത്തിൽ ലീഫ് ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ എടുക്കാം. രണ്ട് സൈഡും ഇങ്ങനെ മടക്കി വെച്ചാൽ മതി, ഒട്ടിക്കേണ്ട. രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ സൈഡിൽ അതേപോലെ തന്നെ ഈ കോളം മാത്രം ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഈ കോളവും ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുക്കാനുള്ളതാണ്. ഇതളായിട്ട് നമുക്കൊന്ന് മടക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഇതളായിട്ട് നമുക്ക് മടക്കി വയ്ക്കണം. അതിന് ഇതേപോലെ 4 ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് അല്പം ഒന്ന് ഗം എടുക്കാം. ഇവിടെ ഇങ്ങനെ നമ്മൾ ഗം തേക്കാനുള്ളതാണ്, ഇങ്ങനെ മടക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് ഗം തേച്ച് ഒരുപാടായിപ്പോയി. നമുക്കതിനൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഇതുമായിട്ട് നമുക്ക് യോജിപ്പിക്കണം. ഗം വെച്ചതുകൊണ്ട് നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടാൻ സാധ്യതയില്ല. ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇത് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഈ സൈഡ് നമ്മൾ സാധാരണ ഗമ്മാകുമ്പോൾ കട്ടി പേപ്പറാണെങ്കിൽ ഒട്ടാനൊക്കെ പ്രയാസമുണ്ട്. വീണ്ടും ഇതേപോലെ ഈ സൈഡ് ഒട്ടിച്ചു കൊടുക്കണം. അടുത്ത്
ഈ സൈഡ് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത് നാലാമത്തെ ഈ സൈഡും കൂടെ, 4 സൈഡേ ഉള്ളൂ, 4 സൈഡ് നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവശത്ത് നമുക്ക് ഈ കത്രിക കൊണ്ട് ചെറുതായിട്ടൊരു ഹോൾ കൊടുക്കാം. ഒരു ചെറിയ ഹോൾ കൊടുത്താൽ മതി. വലിയ കത്രിക കൊണ്ട് നമുക്ക് ഹോൾ എടുക്കാൻ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ഒരു പേനയാണെന്ന് വെച്ച് ഇനി ഇതേപോലെ ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റെം ഇലയുമായിട്ട് ഒത്തുതന്നെ ഉണ്ടാക്കാം. ആദ്യം ഈ പേപ്പറിനെ ഇങ്ങനെ കോണിച്ച് മടക്കുക. കോണിച്ച് മടക്കിയിട്ട് ഇതിങ്ങനെ മടക്കുക. ഇനി ഒന്നുകൂടെ ഇവിടെ മടക്കണം. പിന്നെ ഒന്നുകൂടെ മടക്കണം. ഒന്ന് കൂർത്ത് വരട്ടെ. വീണ്ടും ഇവിടെ ഒന്നുകൂടെ മടക്കണം. അടുത്ത് നമുക്ക് ഇതേപോലെ ഈ സൈഡൊന്ന് മടക്കി കൊടുക്കാം. ഈ സൈഡൊന്ന് മടക്കി കൊടുക്കും. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന് നേരെ നമ്മളിങ്ങനെ കോർത്ത് പൊങ്ങി വരട്ടെ. ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് വിടാക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ പൂവിനെ ഇതിൽ ഇൻസർട്ട് ചെയ്തു. ഇവിടെ അല്പം ഒന്ന് ഗം തേച്ചിട്ട് നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ തുളിപ്പ് ഫ്ലവർ. ഇനി അടുത്തതായിട്ട് വേറൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. യെല്ലോ കളറിലുള്ളൊരു ഫ്ലവറാണ്. ഇതൊന്ന് തയ്യാറാക്കുക. ഇതിനെ ഇതേപോലെ ഈ സൈഡൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഈ ഭാഗം ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കാം. ഇനി ഈ ഭാഗവും നമുക്ക് ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കാം. ഇത് നമ്മൾ
നേരത്തെ ഇട്ടതുപോലെ ഇതിലൊരു ഹോളിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കണം. ഇങ്ങനെ മടക്കി വെക്കാം. സ്റ്റെം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ ഒരിക്കൽ കൂടെ മടക്കുക. വീണ്ടും ഈ സൈഡ് ഒരിക്കൽ കൂടെ മടക്കുക. ഇനി നമ്മൾ ഈ ഭാഗമൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഭാഗവും ഇതേപോലെ ഒന്ന് ഇവിടെ ഒന്ന് കൂർപ്പിച്ച് തന്നെ മടക്കണം. എങ്കിലേ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു പകുതി ഭാഗത്തിന് മുകളിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കണം. മടക്കിയിട്ട് ഇതിനെ ഒന്ന് അകത്തോട്ടാക്കി കൊടുക്കണം. ഇങ്ങനെ അകത്തോട്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഈ യെല്ലോ കളറിനെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഫ്ലവറും റെഡി ആയിട്ടുണ്ട്.